ജിഹാദികളുടെ ഗുഡ് ബുക്കിൽ കയറാനുള്ള ശ്രമമാണ് ഇപ്പോൾ CPM നടത്തുന്നതെന്ന് KP ശശികല ടീച്ചർ. CPMന്റെ രാഷ്ട്രീയം ജനം തിരസ്കരിച്ചതിനാൽ അനാവശ്യമായ ഹിന്ദു വിശ്വാസങ്ങളുടെ മേൽ കടന്നുകയറുകയാണ്. ആചാരപരിഷ്കരണം ആവശ്യമെങ്കിൽ അത് ഹൈന്ദവ സമൂഹം സ്വമേധയാ നടപ്പിലാക്കുമെന്നും ശശികല ടീച്ചർ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അടുത്തിടെ നടത്തിയ ഹിന്ദു സനാതനധർമ്മ വിരുദ്ധ പ്രസംഗത്തിനും പ്രസ്താവനയ്ക്കും മറുപടി പറയുകയായിരുന്നു ശശികല ടീച്ചർ. ഇടതുപക്ഷവും CPMഉം ഹൈന്ദവ വിശ്വാസങ്ങളുടെ മേൽ കടന്നുകയറുന്നത് രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തിയാണ്. ആചാരപരിഷ്കരണം നടത്തേണ്ടത് സർക്കാരല്ല. ഹൈന്ദവ സമൂഹത്തിനിടയിൽ നിലനിന്നിരുന്ന പല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാതായത് ആചാര്യന്മാരും ധർമ്മഗുരുക്കന്മാരും സാമുദായിക സംഘടനകളും ഒക്കെ ചേർന്നാണ്. അത്തരം കാര്യങ്ങളിൽ പുറത്തുനിന്ന് ആരും ഇടപെടേണ്ടെന്നും ശശികല ടീച്ചർ പറഞ്ഞു. സുപ്രീം കോടതി വരെ ഭാരതത്തിന്റെ സംസ്കാരമാണ് ഹിന്ദു ധർമ്മം എന്ന് വിധി ഉണ്ടാക്കിയത്. ആ വിധി ഇതുവരെ തിരുത്തിയിട്ടില്ല, നമുക്കറിയാം. അങ്ങനെ നിൽക്കെ ഭാരതത്തിന്റെ സംസ്കാരമാണ് ആ ഹിന്ദു ധർമ്മമെങ്കിൽ അത് അശ്ലീലമാണ് എന്ന് ആരെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഗോവിന്ദനെ പോലുള്ളവർ പറഞ്ഞത്? ഇന്നത്തെ സാഹചര്യം വെച്ചുകൊണ്ട് മേൽവസ്ത്ര നിരോധനം പ്രായോഗികമാണോ, അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നല്ല പറഞ്ഞത്, വരുത്തണമോ, ഇത് ചർച്ച ചെയ്യണം എന്നാണ് മാർഗദർശക് മണ്ഡലം മുന്നോട്ട് വെച്ചത്. അത് ന്യായമായ ഒരു കാര്യമാണ്. ഇതിന് അനാവശ്യമായ ഒരു കോലാഹലം ഉണ്ടാക്കി കണ്ടവരെ കൊണ്ടും കേട്ടവരെ കൊണ്ടൊക്കെ ഇതിനെ കയറി പിടിപ്പിച്ച് ഹിന്ദു ധർമ്മം എന്ന് പറഞ്ഞാൽ എന്തോ പിന്തിരിപ്പനാണ് എന്നൊരു ധാരണ ഉണ്ടാക്കുന്നു. ജിഹാദികളുടെ ഗുഡ് ബുക്കിൽ കയറി പറ്റാനുള്ള എളുപ്പ മാർഗം ഇതാണ് എന്ന് തോന്നുന്നു CPMനെ സംബന്ധിച്ച്. ആരാധനാലയങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വേണമെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ശ്രീനാരായണ ഗുരുവിനെ സനാതനധർമ്മത്തിന്റെ പ്രയോക്താവായി മാറ്റാൻ നടത്തുന്ന ശ്രമങ്ങളെ കരുതിയിരിക്കണമെന്നും മുഖ്യമന്ത്രി പ്രസംഗിച്ചിരുന്നു. സനാതനധർമ്മം അശ്ലീലമാണെന്ന MV ഗോവിന്ദനെതിരെ പ്രസ്താവനയ്ക്കെതിരെ വലിയ വിമർശനമാണ് ഉണ്ടായത്. ജനം, കോഴിക്കോട്.